ചീത്ത വിളിച്ച് പറയുമേ കൂറപ്പടം. എടേ എൻ്റെ പൈസ കൊടുത്ത് കണ്ട് എനിക്കിഷ്ടപ്പെടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 150 രൂപ കൊടുത്ത് പടങ്ങൾ കാണാൻ, എന്നിട്ട് നിങ്ങൾ റിവ്യൂ ഇട്. എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞു. പൊന്നെ ചേട്ടാ ഒന്നും പറയണ്ട. പുഷ്പ ഫസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഹാങ് ഓവറിലൊന്നും കണ്ടത് പുഷ്പ സെക്കൻഡ് ഒട്ടും കൊള്ളൂല. ഈ ലോജിക്ക് അനുസരിച്ച് പോണവരും വല്ല അവാർഡ് പടം പോയി കണ്ടാൽ മതി. 5 3.5 കൊടുക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലു അർജുൻ ആക്ച്വലി നൈസാണ്. ഞാൻ കണ്ടിരുന്നു. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ഇഷ്ടമായി. നല്ല പടം. കുഴപ്പമില്ല. നല്ല പടം. പടം നല്ല സിനിമയാണ്. കിസുക്ക് കൊള്ളാം. നല്ല ഊളപ്പടം. പോസിറ്റീവ്. അവന്മാർക്ക് വേറെ വല്ല കുഴപ്പം കാണുമോ? എടേ എൻ്റെ പൈസ കൊടുത്ത് കണ്ട് എനിക്കിഷ്ടപ്പെടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 150 രൂപ കൊടുത്ത് പടങ്ങൾ കാണാൻ, എന്നിട്ട് നിങ്ങൾ റിവ്യൂ ഇട്. എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞു. ചീത്ത വിളിച്ച് പറയുമേ കൂറപ്പടം. ഒരു പുഷ്പരാജ് അല്ല, കാമരാജ്. കണ്ടിരിക്കാൻ കൊള്ളൊരു ആവറേജ് പടം. കൊള്ളാം. കുളമാക്കി കളഞ്ഞിട്ട് പ്രതീക്ഷ മൊത്തം പോയി. ചെറിയ പ്രതീക്ഷ ഉണ്ടെന്ന്. പിന്നെ ഒരു ആവറേജ് എന്ന് പറയണോ ബിലോ ആവറേജ് എന്ന് പറയണമെന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാം. ഇത്രയും ഡ്യൂറേഷനാണ് ഒന്നാമത് ആളുകൾക്ക് ബോർ അടിക്കുന്നത്. 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ നേരം 2 സിനിമ തിയേറ്ററിൽ കണ്ടുകൂടെ. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയും പലതും വരാൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടു തന്നെ അറിയാം എന്താണെന്നുള്ളത്. ഇതിൻ്റെ ക്ഷീണം സീരിയസ്ലി കുറച്ച് പ്രതീക്ഷയുണ്ട്. ഇത് ബ്രോ ആക്ച്വലി പടം ജസ്റ്റ് ഓക്കെ ആണ്. പക്ഷേ ഞാൻ പറയാം, കുറച്ച് ഡ്രാമാറ്റിക് ആയതും ഇത്രയും ഡ്യൂറേഷൻ ചില സീൻസൊക്കെ വളരെ ഇവർ ലെങ്തൺ ചെയ്തതാണ് പടത്തിന് ഇത്രയും നെഗറ്റീവ് ഇത് വരാൻ കാരണം. ഒന്നുണ്ട് ബ്രോ, ഫൈറ്റ് സീൻസ് സൂപ്പറാണ്. ഞാൻ പറയാം, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, സാം CS-ൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഫൈറ്റ് സീൻസ്, ഇത് 3 നന്നായിട്ടുണ്ട്. പക്ഷേ ഈ പുഷ്പയുടെ ലൈഫിൽ കുറച്ചും കൂടെ പല സിറ്റുവേഷൻസ് ഇവർ കാണിക്കുന്നുണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്തതാണ് പടത്തിന് ഒരു ചെറിയ നെഗറ്റീവ് വരാൻ കാരണം. കുറച്ചുകൂടെ ചില സീനുകൾ കുറച്ച് ഡ്രാമാറ്റിക്, അത് കുറച്ച് ഇച്ചിരി കൂടിപ്പോയി. അത് ഒഴിച്ചു നിർത്തി ഈ 3 കാരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തെലുങ്ക് പടം നിങ്ങൾക്ക് ഇഷ്ടമാണ്. കുറച്ച് ഫൈറ്റ് സീൻസും കുറച്ച് എന്താണ് അത്യാവശ്യം പാട്ടും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കൊള്ളാം. പാട്ടൊക്കെ നന്നായിരുന്നു, ഡാൻസൊക്കെ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്ക്രിപ്റ്റിലുള്ള ഒരു ചെറിയൊരു പ്രശ്നവും പിന്നെ ഈ ഒരു ഡ്യൂറേഷനാണ് പടത്തിന് ഒരു ചെറിയ നെഗറ്റീവ് തോന്നിക്കാൻ കാരണം. പടം കൊള്ളാം. ഡ്യൂറേഷൻ അധികം ഉണ്ടെങ്കിൽ വലിയ ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ക്ലൈമാക്സ് ചെറിയ ഒരു സാറ്റിസ്ഫൈ ആവാത്ത രീതിയിൽ പടം കൊള്ളാം. ഇത് ലാഗൊന്നുമില്ല. പിന്നെ പാട്ടെല്ലാം ഓക്കെ. ഡ്യൂറേഷൻ അത് തന്നെ 3.5 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്കിപ്പം മടുക്കൂല കണ്ട്. അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഫുള്ള് ഭയങ്കര സ്പീഡായിരുന്നു. സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, കൊള്ളാം. ക്ലൈമാക്സ് ചെറിയ സാറ്റിസ്ഫൈ ആയില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ പടം ഓക്കെയാണ്. ഇല്ല പക്ഷേ ഒന്നുമില്ല. ഗ്രേയും കൂടെ കാണണം. കൊള്ളാം, നല്ല പടം. രാത്രി വരാമെന്നുണ്ട്, ഫാമിലിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണും. കൊള്ളന്ന് അല്ല, നല്ല പടം. എൻ്റെ പൊന്നെ ചേട്ടാ ഒന്നും പറയണ്ട. പുഷ്പ ഫസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ ഹാങ് ഓവറിലൊന്നും കണ്ടത് പുഷ്പ സെക്കൻഡ് ഒട്ടും കൊള്ളൂല. ഇഷ്ടപ്പെട്ടില്ല. പോരാ, കുറ്റം പറയാനൊന്നുമില്ല. അടിപൊളി. വേറെ കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. അടിപൊളി. എല്ലാം ഉണ്ട്. ഫീലിങ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. 3 പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ 2 കൊള്ളാം. അത്രയും ബോറൊന്നുമില്ല, എന്നാലും കണ്ടിരിക്കാം. വൺ ടൈം മാച്ച് സിനിമയാണ്, പക്ഷേ കൊള്ളാം. കൊള്ളാം ബ്രോ, സിനിമ കൊള്ളാം. പിന്നെ ഈ ലോജിക്ക് അനുസരിച്ച് പോണവരും വല്ല അവാർഡ് പടം പോയി കണ്ടാൽ മതി. ഇത് കൊള്ളാം, നൈസാണ്. ഫൈറ്റൊക്കെ കൊള്ളാം, മേക്കിങ്ങും കൊള്ളാം. നല്ലായിരുന്നു സിനിമ കൊള്ളാം. അല്ലു അർജുൻ നല്ല രസമുണ്ട്. അല്ലു അർജുൻ്റെ ക്യാരക്ടർ ശരി ഒരു ഓവർ ആയിപ്പോയി. പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റിൽ കിട്ടില്ല. ഫാസ്റ്റ് ഫാസ്റ്റിൽ കിട്ടില്ല. നല്ല പടം. കൊള്ളായിരുന്നു. നല്ല വൈവാണ്, നല്ല ഫൈറ്റിങ്ങും നല്ല കാര്യമൊക്കെ ഉണ്ട്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും വന്ന് കാണാൻ പറ്റിയ ഫീലുള്ള പടമാണത്. അത് നമുക്ക് അറിയത്തില്ല, കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. നോക്കില്ല കണ്ട് സമയം ഒരുപാട് പോകാം. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പേടിക്കണം. കൊടുക്കുന്ന പൈസക്ക് ലാഭം. എല്ലാവരും കൊള്ളാം. ഈ കണ്ടോണ്ടിരിക്കാം. പടം നല്ല അടിപൊളി പടത്തിനെ കണ്ടുകൊണ്ടിരിക്കാനും ടൈം പോകാനും കൊള്ളാം, അഭിനയവും കൊള്ളാം. അത് പലരും പല അഭിപ്രായങ്ങൾ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും, വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. എത്ര ഇരുന്നാലും മുഷിയില്ല, അത് പറയാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കാലത്ത് ഇറക്കിയൊക്കെ നല്ല പടം തന്നെ, അതേ കുഴപ്പമൊന്നുമില്ല. നല്ല അഭിനയവും നല്ല ഡാൻസും ഒക്കെ അടിപൊളിയാണ്. ഹിന്ദി പടത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചത്. ഒരു 8 ഡാൻസല്ലേ വെക്കുള്ളൂ, അത് മതിയല്ലോ. എന്തിന് ഓവറാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അഭിനയിക്കാം. നമ്മളൊരു ഡയറക്ടർ പറയുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സിനിമ സംവിധാനം പറയുമ്പോഴേ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അഭിനയത്തിൽ എടുക്കുന്നത്. കൊള്ളാം. ഫസ്റ്റ് പറഞ്ഞ കാട്ടിലും കൊള്ളാം. 5 3.5 കൊടുക്കാം. ഒരു 3.5 കൊടുക്കാം. അല്ലു അർജുൻ നല്ല കിടലായിട്ട് ആക്റ്റൊക്കെ ചെയ്ത് നന്നായിട്ട്. മറ്റേ കാന്താര സിനിമയിലെ ക്ലൈമാക്സ് അതുപോലത്തെ സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ് നാഷണൽ അവാർഡ് കിട്ടിയതിനനുസരിച്ചുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഇതിലുണ്ടായി. ഫസ്റ്റ് ഹാഫ് ചെറിയ ഒരു ലാഗായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. പിന്നെ തേർഡ് പാർട്ട് ഇതാ റാംപേജ് എന്തോ ഉണ്ടെന്നൊക്കെ പറയണേ. കൊള്ളാം. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. ഒരു പക്ക തെലുങ്ക് കമേഴ്ഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. OTT കണ്ട ഒരു എഫക്റ്റ് കിട്ടില്ല, തിയേറ്ററിൽ തന്നെ കാണണം. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോളൂ.